മക്കളെ നമുക്കിന്ന് നല്ല അടിപൊളി കൊട്ടയപ്പം ഉണ്ടാക്കാം. അത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താലുണ്ടല്ലോ ഇനിയും വേണം എന്ന് പറയും. അത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണേ. നമുക്കതിന് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. നമുക്ക് ആദ്യം ഇറച്ചി ഒന്ന് മസാല പുരട്ടി വെക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 1/4 കിലോ കോഴി ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ചെറുതായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. തീരെ കനം കുറയാനും പാടില്ല, തീരെ കഷ്ണാവാനും പാടില്ല. ഞാൻ മുറിച്ചിരിക്കുന്നത് ഇതേപോലെയാണ്. അതിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മുളക് പൊടിയും ഉപ്പും എല്ലാ കഷ്ണത്തിലും മസാല പിടിക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. ഇത് കണ്ടില്ലേ മക്കളെ, നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ കഷ്ണത്തിലും മസാല പിടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് ഇനി നമുക്ക് 1/2 മണിക്കൂർ ഇവിടെ വെക്കാം. ഇനി നമുക്ക് കൊട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഉപ്പ് നന്നായിട്ട് എല്ലായിടത്തും പെടാൻ വേണ്ടി കൈ കൊണ്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊഴിച്ച് ചപ്പാത്തിക്ക് മാവ് കുഴക്കണ പോലെ കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴക്കണം കേട്ടോ, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. മക്കളെ, വെള്ളം കൂടിയാൽ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇച്ചിരി ഉപ്പും ഇച്ചിരി മാവും കൂടി ഇട്ട് കൊടുത്താൽ വെള്ളം പാകാവും കേട്ടോ. പേടിക്കൊന്നും വേണ്ട കേട്ടോ. മക്കളെ, ഇത് കണ്ടില്ലേ, ഞാൻ ഇതേപോലെ നന്നായിട്ട് കുഴച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മേലെ ഇച്ചിരി എണ്ണ പുരട്ടി കുറച്ച് നേരം ഇവിടെ വെക്കാം. ഇവിടെ ഇരുന്നോട്ടെ. ഇപ്പം നമ്മൾ ഇറച്ചിക്ക് മസാല പുരട്ടിയിട്ട് 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇറച്ചിനൊന്ന് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാൻ ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ. എണ്ണ ചൂടായി വന്നാൽ നമുക്ക് ഈ ഇറച്ചിയൊക്കെ ഓരോരോ കഷ്ണമായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇറച്ചി ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പം നമ്മുടെ ഇറച്ചി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ കഷ്ണവും ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കാം. നല്ല വേവിച്ചിട്ട് നല്ല കട്ടിയാക്കരുത് കേട്ടോ മക്കളെ. നല്ല സോഫ്റ്റായിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇനി ഇതിവിടെ ഇരുന്നിട്ട് ആ സൈഡും കൂടി ഒന്ന് വെന്ത് വരട്ടെ. 3-ാം തീയതി മറ്റന്നാൾ. അങ്ങനെ നമ്മുടെ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് കുറച്ച് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് ആ ചട്ടിയിൽ തന്നെ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉള്ളി നന്നായിട്ടൊന്ന് ഇളക്കി ഉള്ളിനൊന്ന് വാട്ടിയെടുക്കാം. നമ്മൾ ഇറച്ചി പൊരിക്കണ എണ്ണയിൽ എണ്ണ കൂടുതലാണെങ്കിൽ കുറച്ചെടുത്ത് മാറ്റിയിട്ട് വേണം ഉള്ളി ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇതിലൊരു 1.5 ടേബിൾ സ്പൂൺ എണ്ണയുള്ള, അതുകൊണ്ടാണ് ഞാൻ മാറ്റാത്തത്. ഉള്ളി വല്ലാതെ പൊരിഞ്ഞൊന്നും വേണ്ട, ഒന്ന് കുഴഞ്ഞ് വന്നാൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇച്ചിരി പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കുക. 3/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മക്കളെ. ഞാൻ 3/4 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇപ്പം നമ്മുടെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൽ കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ ഗരം മസാലയും. ഈ മസാലയ്ക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇറച്ചിയിലൊക്കെ നമ്മൾ ഉപ്പിട്ടതല്ലേ, അതുകൊണ്ടാണ് മസാലയ്ക്ക് മാത്രം ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇളക്കിയിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. മക്കളെ, മസാല ഇടുമ്പോൾ തീ ഏറ്റവും കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞു പോവും. ഇപ്പം നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പൊരിച്ച് വെച്ച ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മക്കളെ, ഉള്ളി തോനെ ഇടണ്ട,
ഇറച്ചീനെ കാലും ഉള്ളി വരാൻ പാടില്ല, ഉള്ളീനെ കാലും ഇറച്ചി തോന വരണം. അപ്പോഴാണ് നമുക്ക് കഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക, ഇറച്ചി കടിക്കാനൊക്കെ കിട്ടുമ്പോഴേ. ഇപ്പോൾ ഇത് മിസ്സാക്കി കഴിഞ്ഞ് ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ലേശം കരിവേപ്പില അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് ഇളക്കാം. അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇട്ട കരിവേപ്പിലയുടെയും മല്ലിച്ചപ്പിൻ്റെയും ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇപ്പം നമ്മളെ ഇറച്ചി മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പച്ച കളർ ചമ്മന്തി വേണം. അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി നമുക്കൊരു ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലേശം മല്ലിയില വെച്ച് കൊടുക്കാം. ഒരു ഇച്ചിരി പുതിന ഇലയും വെച്ച് കൊടുക്കുക. പുതിന ഇല തോന വേണ്ട, അതിൻ്റെ മണം ഉണ്ടാവും. ഒരു 3 ഇല്ലി വെളുത്തുള്ളി, വലിയ ഇല്ലിയാണെങ്കിൽ 1 എണ്ണം മതിയാവും കേട്ടോ. ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. ഇനി അതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. ഇത് കണ്ടില്ല മക്കളെ, പച്ച കളറ് നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ വെള്ളം ഒന്നും ഒഴിക്കാതെയാണ് അരച്ചത് കേട്ടോ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് കൊട്ട ഉണ്ടാക്കണം. കൊട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എണ്ണ അടുപ്പത്ത് വെച്ച് കത്തിച്ച് വെക്കാം. അപ്പം നമ്മളിത് പരത്തി കൊട്ട ഉണ്ടാക്കിയിട്ട് ഓരോന്നായിട്ട് വേഗം ഇട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഇതിൽ നമുക്കൊരു കുഞ്ഞു ഉരുള എടുക്കാം. ഇതാ, നമുക്കിനി ടേബിൾ മേച്ചിൽ പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല കനം കുറച്ചിട്ട് വേണം പരത്താൻ കേട്ടോ മക്കളെ. അതില്ലെങ്കിൽ എന്തുണ്ടെച്ചിട്ടാ ഇത് കട്ടി കൂടിപ്പോവും. എത്ര നൈസായിട്ട് വേണോ അത്രയ്ക്ക് നൈസായിട്ട് വേണം പരത്താൻ. ആ മൊരുപ്പ് പോവും. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മൾ നല്ല നൈസായിട്ട് പരത്തിയിട്ടുണ്ട് കണ്ട, കുഞ്ഞതായിട്ട്. ഇനി നമുക്ക് ഈ ഗ്ലാസിൻ്റെ അടിയിൽ ഇച്ചിരി എണ്ണ പുരട്ടി കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ എണ്ണ പുരട്ടുമ്പോൾ ആദ്യം മാത്രമേ എണ്ണ തേക്കേണ്ട ആവശ്യം വരുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾക്ക് എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ എണ്ണയിലല്ലേ ഇട്ട് കൊടുക്കണത്. ഇനി നമുക്കിതിങ്ങനെ വെച്ചിട്ട് കണ്ടില്ലേ, നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ മടക്കി ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഒരു കൊട്ടയായി. ഇനി നമുക്കിത് ഇതേപോലെ നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കണം. ഈ ഗ്ലാസ് തിളച്ച എണ്ണയിലിട്ട് മുക്കിയെടുക്കാം. കണ്ടില്ലേ, ഇതിങ്ങനെ പൊരിഞ്ഞ് ചൂടായി വരുമ്പോൾ ഇത് താനേ ഗ്ലാസ്സിൽ നിന്ന് വിട്ടു പോകും കേട്ടോ. ആ വിട്ടു പോകാൻ വേണ്ടിയിട്ടാണ് എണ്ണ പുരട്ടിയത്. ഇത് കണ്ടില്ലേ, അയ്യവാ ഇപ്പോൾ വീണ്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലൊക്കെ എണ്ണയാക്കിയിട്ട് മൊത്തത്തിലൊന്ന് പൊരിച്ചെടുക്കാം. തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഇതൊരു കളറായി വരട്ട് പൊരിഞ്ഞിട്ടിട്ടാ. അങ്ങനെ നമ്മുടെ ഒരു കൊട്ടത മുരിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഈ പാത്രത്തിലേക്ക് വെക്കാം. ഇനി അടുത്തതും കൂടി അതേപോലെ തന്നെ എടുക്കാം. മക്കളെ, അങ്ങനെ നമ്മുടെ കൊട്ട ഇതേപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ. ഇതാണ് കൊട്ട. ഞാനിവിടെ കുറച്ച് ക്യാബേജ് കുനുകുന അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് ചിരകി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. പിന്നെ നമ്മുടെ പച്ച ചമ്മന്തി, പിന്നെ മൈണോസ്, പിന്നെ ചിക്കന് മസാല, പിന്നെ ഇത് സാധനങ്ങളൊക്കെ നിറയ്ക്കാനുള്ള കൊട്ടയാണ് ഈ കൊട്ട കേട്ടോ മക്കളെ. അങ്ങനെ നമ്മുടെ കൊട്ടയപ്പത്തിൻ്റെ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ. ആദ്യം നമുക്കൊരു കൊട്ട എടുത്തിട്ട് ഇതിൽ നമ്മുടെ ചിക്കന് കോരി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് ചമ്മന്തി വെച്ച് കൊടുക്കാം, നമ്മുടെ പച്ച ചമ്മന്തി.
ചമ്മന്തി ഇങ്ങനെ പരത്തി ഇറച്ചി മുക്കി വെക്കണം കേട്ടോ. ഇനി നമുക്കിതിൽ ഒരു സൈഡിൽ കുറച്ച് ക്യാബേജ് വെച്ച് കൊടുക്കാം. ഇനി അടുത്ത സൈഡിൽ കുറച്ച് ക്യാരറ്റ് വെച്ച് കൊടുക്കാം. ഇനി നടുവിൽ കുറച്ച് മയോണൈസ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു മല്ലിയില വെച്ച് കൊടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മുടെ കൊട്ടയപ്പം റെഡിയായി. ഇനി എല്ലാതും നമുക്ക് ഇതേപോലെ നിറച്ചെടുക്കാം. കണ്ടില്ലേ മക്കളെ, നമ്മുടെ കൊട്ടയപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. കണ്ടില്ലേ മക്കളെ, ഇത് കാണാൻ തന്നെ എന്താ ഭംഗി. കണ്ടില്ലേ, ആര് കണ്ടാലും ഒന്ന് കഴിക്കാൻ തോന്നും. മക്കളെ, ഇത് കഴിക്കുമ്പോഴുണ്ടല്ലോ മൊരുന്ന് നല്ല അടിപൊളിയാണ് ഉണ്ടാവും. മേലെ മൊരുമൊരുപ്പും അടിയിൽ ഇറച്ചിയൊക്കെ സോഫ്റ്റുമായിട്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി വെക്കണം. എല്ലാവർക്കും, വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒന്നുപോലെ ഇഷ്ടപ്പെടുന്ന സാധനമാണ് കൊട്ടയപ്പം. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.